അപ്പുടെ ക്യാരക്ടറിൽ നിന്ന് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഒരു ക്യാരക്ടറിൽ ഓർമ്മയ്ക്കായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ വീട്ടില്. നമ്മുടെ സീരിയൽ കഴിഞ്ഞു. അപ്പൊ ആ ഡ്രസ്സ് എനിക്ക് ഊരി വെക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. കമ്മലയക്കുന്നു, വളയക്കുന്നു, അവളുടെ അതിലെ സാരി, എല്ലാ കാര്യങ്ങളും അവളിങ്ങനെ ആ ഒരു ഇതൊക്കെ അയച്ചൊക്കെ നെഞ്ചു പൊട്ടിപ്പോയി സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടിട്ട്. ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ അഞ്ജലിയുടെ ക്യാരക്ടർ ഗോപികയുടെ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. എനിക്കൊന്ന് ഭയങ്കര ഒരു നമ്മളൊരു സ്റ്റെക്ക ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ എല്ലാവരും ഒരു മീഡിയാസിനെ പോലെ എല്ലാവരും നമുക്ക് വരിവരിയായിട്ട് ക്യാമറ പിടിച്ചിരിക്കുകയായിരുന്നു ബാക്കിൽ. ബാലേട്ടൻ കഴിഞ്ഞു, പിന്നെ ചിപ്പിച്ചേച്ചി പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ്. എനിക്ക് ചിപ്പിച്ചേച്ചിക്കുള്ള റൂമിൽ അതല്ല, അതിന് ചെറിയ സംഭവം ചേച്ചി കെട്ടിപ്പിടിക്കുക. അപ്പൊ ചേച്ചിയുടെ ഒക്കെ ഉള്ള അങ്ങനെ മൊബൈൽ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളൂ. നല്ലൊരു ഫാമിലി, ഇങ്ങനത്തെ ഒരു ഫാമിലി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്കുണ്ടായിരുന്നു. കരളിൽ താമസിച്ചാൽ മാപ്പ് തരോ രാക്ഷസി. അതെന്താ? അത് ദേഷ്യത്തില്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരുമോ രാക്ഷസി. ലജ്ജാവതി വിഷമത്തില്. ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ തായം പോവോ, താമര പോവോ, തേനോ തേന്നിലാവോ. കമ്മലായിരുന്നു അഞ്ചേ. ഞാനിന്ന് കുളിച്ചിട്ടില്ല. രാജമൗലിയുടെ ഫിലിമിൽ ഒരു ചാൻസ് കിട്ടുന്ന ഏത് റോളായിരിക്കും ചെയ്യാൻ ആഗ്രഹം? ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് സോങ് ഏതാ? വേഷം കിട്ടിയ രാജമൗലിയുടെ വേഷം കിട്ടിയ ഭയങ്കര ആ ഒരു ഏത് ക്യാരക്ടറായാലും എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ഇപ്പോ സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്ത് സാന്ത്വനത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ശരിക്കും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവസാനിപ്പിച്ച സമയത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ നന്നായിട്ട് എല്ലാ സീരിയൽസും കാണുന്ന ആളാ. അപ്പൊ അവസാന സമയത്തൊക്കെ പറഞ്ഞു, എടി തീർന്നു, ഇനി ഇവര് തിരിച്ചു വരുമോ, വീട്ടിലേക്ക് വരുമോ, അങ്ങനെ അങ്ങ് പോവാണോ? അതായത് നമുക്ക് തീർന്നു എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. അത് കുറെ പേര് മെസ്സേജസ് ആയിട്ട് വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് തീർന്നല്ലോ, അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ലേ, സ്ഥിരം കാണുന്ന ആൾക്കാർ ഇനി മുതൽ നമ്മുടെ വീട്ടിൽ വരുന്നില്ല എന്നുള്ളൊരു സാധനം. അപ്പൊ അത്ര ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞു. പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് അവരുടെ സ്നേഹം കാണുമ്പോൾ എങ്ങനെയത് അതിന് മിസ് ചെയ്യുന്നുള്ളതാണ് മെയിൻ പ്രശ്നം. കാരണം എവിടെ പോയാലും ഇപ്പോൾ സീരിയൽ കഴിഞ്ഞിട്ട് പോലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിഞ്ഞ ഇപ്പോൾ അമ്മമാരായാലും എല്ലാം, നമ്മളൊരു കടയിൽ പോയാൽ പോലും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെ എല്ലാവരും കാണാത്ത ഒരാളും ഇല്ലേ സീരിയൽ. അപ്പോൾ അവരെല്ലാവരും ഇപ്പം ഈ ഒരു സീരിയൽ എന്ന് പറയുന്ന എല്ലാ ഈ ആൾക്കാരും ഏറ്റെടുത്തൊരു സീരിയലാണ്. കാരണം ഇന്ന ആൾക്കാർ മാത്രം കാണുന്നതല്ല, യൂത്തിൻ്റെ ഇടയിലായാലും നമ്മുടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാ ആൾക്കാരും, എല്ലാ ഏജ് കാറ്റഗറി എല്ലാ ആൾക്കാരായാലും കുഞ്ഞു മക്കളായാലും കാണുന്നത്. ഇവൻ നമുക്കൊരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പട്ടിക്കുട്ടി സീരിയൽ കാണുന്നൊരു സംഭവം. ട്രോളല്ലേ സംഭവിച്ചത് തന്നെയാണ്. അതിങ്ങനെ നമ്മൾ സാന്ത്വനം കണ്ടിട്ട് അതിങ്ങനെ നോക്കിക്കുന്നത് പൂച്ചക്കുട്ടിയൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളിരിക്കോ നമ്മൾ സീരിയൽ ഇവരൊക്കെ സീരിയലൊക്കെ ഇഷ്ടപ്പെടുന്ന ആരായിരിക്കും എന്നൊക്കെ തമാശ പറയാറുണ്ട്. അപ്പൊ പ്രേക്ഷകരാണ് നമുക്ക് ഇത്രയും നാൾ നമുക്ക് തന്ന സപ്പോർട്ടും സ്നേഹമൊക്കെ അവരാണ് ഈ ഒരു സീരിയൽ ഇത്ര ഹിറ്റാക്കി തന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇനി അവരെ മിസ് ചെയ്യുന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. പ്രേക്ഷകർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സാന്ത്വനം, നമുക്കറിയാം. ഞാൻ ഇന്നലെ കൂടെ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് എല്ലാവരും നമ്മളെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് മോളെ, ഞങ്ങൾക്ക് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സീരിയൽ തന്നെ കാണാൻ പറ്റുന്നില്ല സാന്ത്വനം തീർന്നതിനെ കൊണ്ട്. അതുപോലെ തന്നെ എവിടെ പോയാലും എല്ലാ ആൾക്കാരും വന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അവരുടെ സ്നേഹം കാണിക്കുക. അപ്പോൾ ഇവിടെ ഓരോരോ ക്യാരക്ടറും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു 3.5 വർഷം അവർ തന്ന സപ്പോർട്ടും സ്നേഹവും ഇനി ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ആകെയുള്ള സങ്കടം നിങ്ങളെ മിസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഈ സീരിയലിൻ്റെ മൊത്തം നല്ലൊരു ക്രൂ ആയിരുന്നു, നല്ല പ്രൊഡ്യൂസർ, നല്ല ഡയറക്ടർ, രഞ്ജിത്ത് സാർ, ചിപ്പി ചേച്ചി, ആദിത്യ സാർ, ജയപ്പള്ളാശ്ശേരി സാർ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇത്രയും നല്ലൊരു ക്രൂവും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ക്യാമറമാൻ എല്ലാ ആൾക്കാരും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും വന്നല്ല നമ്മളിൽ വർക്ക് ചെയ്ത സാധനത്തിൻ്റെ അത്രയും എഫേർട്ട് അവരും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരും നല്ല ക്രൂവും, അതേപോലെ പുറത്ത് കണ്ട ആൾക്കാർ, ഇത്രയും ആൾക്കാരെ നമ്മളെ സ്നേഹിച്ചു സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി. അപ്പം ആ പ്രേക്ഷകർ ഈ സീരിയൽ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസം ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട്. എന്നിട്ടും എഡിറ്റ്സ് ഒരുപാട് വീഡിയോസ് ആയാലും ഇപ്പോൾ മെൻഷൻ വരും നമുക്ക് സ്റ്റോറിയൊക്കെ ഫാൻസിൻ്റെ ഒക്കെ. അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. അതേപോലെ ഇതുപോലെ ഇനിയും ഞങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് സ്നേഹം വേണം. എന്തായാലും ഞങ്ങൾക്ക് പ്രേക്ഷകരെ മിസ് ചെയ്യും. ഇതുവരെ തന്നതിന് ഒരുപാട് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി. സൂപ്പർ.
ഓക്കെ. ഇപ്പോൾ ഇത്ര നാൾ ആ സെറ്റിൽ നിന്നു, അങ്ങനെ സീരിയൽ അവസാനിച്ചപ്പോൾ ഓർമ്മയ്ക്കായിട്ട് ഇപ്പം ഇതേപോലെ പല ആക്ടേഴ്സും ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ആദ്യ സിനിമയിൽ നിന്ന് ബ്ലൗസ് എടുക്കുക ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ കമ്മലെടുക്കുക, അങ്ങനെ ഓരോ സാധനങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി എടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൂടെ ക്യാരക്ടറിൽ നിന്ന് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അപ്പൂര് ക്യാരക്ടറിൽ ഓർമ്മയ്ക്കായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ വീട്ടില്. എല്ലാം ഡ്രസ്സ് കാര്യങ്ങളും. പിന്നെ ലാസ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് ആ സീരിയൽ കഴിയുമ്പോൾ ഒരു വിഷമം എന്താ സംഭവിച്ചെന്നറിയോ? നമ്മളെ ഈ അപ്പൂടെ കമ്മൽ ഊരുന്നത് നമ്മുടെ സീരിയൽ കഴിഞ്ഞു. അപ്പൊ ആ ഡ്രസ്സ് എനിക്ക് ഊരി വെക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. കുറെ നേരം ഞാൻ കഴിഞ്ഞിട്ട്, അല്ലാതെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയിട്ട് വേറെ ഡ്രസ്സ് നമ്മൾ രാവിലെ എന്താ ഇട്ടിട്ട് വന്നാൽ അതില്ലാന്ന് പോവാറ്. അപ്പൊ ഈ ഒരു കഥാപാത്ര ഷോർട്ട് സീരിയൽ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ദിവസമായിരുന്നല്ലോ, ലാസ്റ്റ് ഡേ. അപ്പൊ എനിക്ക് ഇതൊന്നും അയച്ചു വെക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അപ്സര വന്നിട്ട് ജയന്തി ക്യാരക്ടർ ഇപ്പൊ ബിഗ് ബോസ് പോയ അവളെ കഴിഞ്ഞപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് കണ്ട് നമുക്ക് ഫുൾ കരച്ചിലായിരുന്നു. കുറെ നാളായി നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, സങ്കടം വരുമ്പോൾ ഓരോ ഓർമ്മകൾ പങ്കുവെച്ചിട്ട്. അപ്പൊ അവള് ലാസ്റ്റ് കഴിഞ്ഞ് അവള് റൂമിൽ വന്നിട്ട് അവളെ കമ്മലയച്ചു, ഒരു കഥാപാത്രത്തിനെ അയച്ചു വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത്രയും ലോങ് ജേർണിയിൽ ഇങ്ങനെ ട്രാവൽ, ആ ഒരു ക്യാരക്ടറിനെ അയച്ചു വെക്കുന്ന ഒരു സംഭവം നമ്മളിങ്ങനെ നേരിട്ട് കാണുക. നാളെ നമ്മളും ചെയ്യേണ്ട കാര്യമാണ്. ഓരോ കമ്മലയക്കുന്നു, വളയക്കുന്നു, അവളുടെ അതിലെ സാരി, എല്ലാ കാര്യങ്ങളും അവളിങ്ങനെ ആ ഒരു ഇതൊക്കെ അയച്ചു നോക്കുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടിട്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളത് വന്നപ്പോൾ ആ ഷോട്ടിൽ ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഇത് എനിക്ക് പറ്റുന്നില്ല ഇത് അയച്ചു മാറ്റാൻ. അപ്പോൾ ഒരു കഥാപാത്രം നമ്മളിങ്ങനെ അയച്ചു വെക്കുകയാണ് നമ്മൾ അതിൽ ജീവിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു വിഷമം പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ അതിൻ്റെ ഡ്രസ്സുകളും അത് എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ, കമ്മലായാലും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഓക്കെ. ഇപ്പം എന്താ പറയാ, ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ അഞ്ജലിയുടെ ക്യാരക്ടർ ഗോപികയുടെ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ലാസ്റ്റ് ഷോട്ട് ആള് കരയുന്നതും എല്ലാം. അപ്പൊ അതേപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടോ? അപ്പുടിയിൽ വീഡിയോ ഉണ്ടോ? അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ അഞ്ജലിൻ്റെ ഒരു കഴിഞ്ഞത് അത് ഒരുമിച്ചായിരുന്നു. അപ്പൊ അവളുടെ ഷോട്ടിന് മുമ്പ് എൻ്റെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങളടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല അടുത്ത ഷോട്ടിൽ രക്ഷയുടെ കഴിയും എന്നുള്ള പറഞ്ഞിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഷോട്ടാന്ന് അറിയില്ലായിരുന്നു, പറഞ്ഞിട്ടില്ല. എന്തോ ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കും അവർ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഓക്കെ ഇനിയുണ്ടല്ലോ ആ രീതിയിൽ നിൽക്കായിരുന്നു. അപ്പം ഒരു കരയുന്ന ഒരു സീനിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. ആ ഷോട്ട് എടുത്തപ്പം തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലാപ്പ്. അയ്യോ, ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാം. ഒരു നേരം ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പൊ ഇവരെല്ലാവരും ഓടി വരിക, ക്യാമറ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് എല്ലാവരും ഓടി വരിക. നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യേണ്ടത്, എനിക്ക് മുന്നോട്ട് നടക്കാനും പറ്റുന്നില്ല. ആരെടുത്ത് കൈ കൊടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലാണ്. അപ്പൊ ഗോപിക അവിടെ നിന്ന് പറയുന്നത് രക്ഷ അവിടേക്ക് ഇവിടെ ഇങ്ങനെ എനിക്കൊന്ന് ഭയങ്കര ഒരു നമ്മളൊരു സ്റ്റക്കായ ഒരു അവസ്ഥയായിരുന്നത്. അപ്പൊ ഇത് അറിയില്ല. അപ്പം എൻ്റെത് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഗോപികൻ്റെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അബദ്ധം പറ്റിയല്ലോ, ഈ ഒരു സംഭവം അറിയില്ല. അപ്പം ഞങ്ങളിത് വന്നപ്പോൾ അയ്യോ രക്ഷയുടെ കഴിഞ്ഞ് അവർക്ക് പറഞ്ഞുകൂടായിരുന്നു അടുത്ത ഷോട്ടാണ്, നമുക്ക് എല്ലാവർക്കും അതൊരു ഇതായിട്ട് വീഡിയോ എടുക്കായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പറ്റിയിട്ടില്ല. അപ്പം ഗോപികൻ്റെ അടുത്ത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പം അവർ പറഞ്ഞു പൂജാ റൂമിലെ സംഭവത്തിലൂടെയാണ് അതെല്ലാം കഴിയുന്നതെന്ന് അറിഞ്ഞു. അപ്പം അത് അറിഞ്ഞപ്പം അവളത് എന്തായാലും മിസ്സാവരുന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു മീഡിയാസിനെ പോലെ എല്ലാവരും നമുക്ക് വരിവരിയായിട്ട് ക്യാമറ പിടിച്ചിരിക്കുകയായിരുന്നു ബാക്കിൽ. പിന്നെ ഒരാൾ റൂമിൽ കയറി നിന്നിട്ട്, പക്ഷെ കഴിയുന്നുമില്ല, അടുത്തടുത്താവുന്നില്ല, ഇനിയുണ്ട്. പിന്നെ അങ്ങനെ ആയതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആക്കി അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിപ്പി ചേച്ചി ലാസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് കഴിയുന്ന ചിപ്പി ചേച്ചി ആയിരുന്നു ഫസ്റ്റ് പോയത്. അല്ല, ബാലേട്ടൻ കഴിഞ്ഞു, പിന്നെ ചിപ്പി ചേച്ചി പോകുന്നുണ്ടായിരുന്നില്ലേ ലാസ്റ്റ്. എനിക്ക് ചിപ്പി ചേച്ചിക്കുള്ള റൂമില്ല, അതല്ല അതിന്റെ ചെറിയ സംഭവം ചേച്ചി കെട്ടിപ്പിടിക്കും. അപ്പൊ ചേച്ചിയുടെ ഒക്കെ ഉള്ള അങ്ങനെ മൊബൈൽ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളൂ. ജസ്റ്റ് ഒരു ഇത് വിഷമം. അത് അല്ലാതെ ഇത് കിട്ടാത്തതിന്റെ കാരണം അതുകൊണ്ടാണ്. മറ്റേത് നിങ്ങൾ പ്ലാൻ ചെയ്തു. ശരിക്കും ഇതൊരു നമ്മളിപ്പം കോളേജിൽ നിന്നൊക്കെ ക്ലാസ്മേറ്റ്സ് പിരിഞ്ഞു പോവാ, ആ ഒരു ശരിക്കും ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. അപ്പൊ പിരിഞ്ഞതും ഭയങ്കര ഒരു വിഷമായിരുന്നു. അതെ, ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു, ഇത്രയും ആൾക്കാർ ഒരുമിച്ച്. കാരണം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ എൻ്റെ വീട്ടിൽ പോലെ. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 5 ദിവസമായിരുന്നു ലീവ്, അറിയോ? 5 ദിവസം കഴിഞ്ഞ് ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് പോയത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സാന്ത്വനത്തിലാണ്. അപ്പൊ ആൾക്കാരെ കാണുന്നത് ഇവരെ കൂടെ, വീട്ടുകാരെക്കാട്ടും കൂടുതൽ കാണുന്നത്. അപ്പൊ ഇത്രയും ദിവസം എനിക്ക് ചേട്ടത്തി ഈ ഒരു ഫീലാണ്. നമുക്ക് ഷൂട്ട് തുടങ്ങി ടേക്ക് എന്ന് പറഞ്ഞ ആക്ച്വലി വരുമ്പോൾ നമ്മൾ അങ്ങനെയൊരു തമാശ പറയാം. ദേവിയുടെ അടുത്തോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ തമാശ. ശരിക്കും ഒരു ഫാമിലി എന്ന് മനസ്സിലാവുന്നത്. ഇത് ഷൂട്ട് എന്നുള്ള സമയമല്ല. ഷൂട്ടിന്റെ ടൈമിൽ നമ്മൾ അങ്ങനെയാ കൗണ്ടർ അടിക്കുക.
അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന അങ്ങനെ. അത് കട്ട് പറഞ്ഞതിന് ശേഷം അങ്ങനെ. അപ്പോൾ ഒരു ഫാമിലിയാണ് ഞങ്ങൾക്ക് മിസ്സായത്. നല്ലൊരു ഫാമിലി, ഇങ്ങനത്തെ ഒരു ഫാമിലി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞ ഒരു വീട്ടിൽ ഇത്രയും പേര്. അതെ, ഇന്ന് കാണാത്തൊരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു സാന്ത്വനം ഏറ്റെടുക്കാൻ ഏറ്റവും കൂടുതൽ ഒരു റീസണും അതാണ്, ഒരു ജോയിന്റ് ഫാമിലി. അതെ, അവരെല്ലാവരും ആഗ്രഹിക്കുന്നതാ. പിന്നെ വെച്ചാൽ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അതിലുണ്ട് സീരിയൽ. ഒരു മെസ്സേജ് പോലെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ പ്രശ്നമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു പിരിഞ്ഞ് പോകുന്നില്ല. പല സ്ഥലത്ത് അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഇതിലൊരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ ഒരാൾ കൈകാര്യം ചെയ്യണം, അത്രയും ഒരു ടീമായി ഒരു കൂട്ടുകുടുംബമായിട്ട് നിൽക്കുമ്പോൾ അതങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് അത് പറ്റില്ല എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സ് പോയത്. സാന്ത്വനത്തിന്റെ ടീം എന്ന് പറയുന്നത് നല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ ആദിത്യ സാർ, ചിപ്പി ചേച്ചി, രഞ്ജിത്ത് സാർ, പള്ളാശ്ശേരി സാറ്. ഞാനൊരു മലയാളി എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടി മണിച്ചേട്ടൻ്റെ ഒരു മൂവി. അതില് ചെറിയ പ്രായത്തിൽ ചെയ്ത പടമായിരുന്നു. പള്ളാശ്ശേരി സാറായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ സാറ് കുറെ കാലം വിട്ട് എന്നെ കണ്ടപ്പോ അയ്യോ രക്ഷ നീ ആയിരുന്നു എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു സാറിന്. എനിക്ക് ഭയങ്കര സന്തോഷം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. പള്ളാശ്ശേരി സാറ് പിന്നെ അവരൊക്കെ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എന്താ പറയാ, പ്രൊഡക്ഷൻ കൺട്രോളർ സജിയേട്ടൻ, പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു. മേക്കപ്പ്, ഇവരൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു വിജയത്തിന്റെ പിന്നിൽ ഇവരുള്ളൊക്കെ എഫേർട്ട് ഉണ്ട്. കാരണം മേക്കപ്പ് മാൻ ആയാലും അല്ലെങ്കിൽ ഫുഡ് തരുന്ന പ്രൊഡക്ഷൻ ടീംസ്, എല്ലാ ആൾക്കാരും ഒരു വിജയം എന്ന് പറയുന്നത് അവരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് നമ്മള് നല്ല രീതിയിൽ പോയത് സീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ എൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ പറ്റി പറയണം. ദേവയാനി, അവൾ നല്ല, കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊണ്ടുവരും. കാരണം എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഈവൻ ഞാനൊരു ഒരു തമാശ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളതൊക്കെ ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ ക്യാരക്ടറും നമ്മൾ സിനിമയിലൊക്കെ അന്ന് ചെയ്തൊക്കെ എന്ന് പറയുന്നത് ഒരേപോലെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തത ചെയ്യുമ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റിന് അതിന് കൂടെ സപ്പോർട്ടീവ് ആയിട്ടില്ലെങ്കിൽ ആ ക്യാരക്ടറിന് അത് പോവും. അപ്പം അത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഇവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എനിക്ക് വിശ്വസിക്കായിരുന്നു. ഞാനിത് ചെയ്താൽ എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവളത് മാനേജ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ ഈ 3.5 വർഷം അവൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. ഈ അപ്പു എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ അടുത്തേക്ക് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ശബ്ദം തന്ന ആൾ കൊടുക്കേണ്ട ക്രെഡിറ്റും കൂടിയാണ്. അപ്പോൾ ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്. ദേവു ഇത് ചെയ്തോണ്ടിരിക്കും പറയാം എൻ്റെ ഒരു കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഇതിലുണ്ട്. ചേട്ടൻ ആളുടെ ഹസ്ബൻഡ് പറയുന്നു, നീ ഇതുപോലെ തന്നെ കേട്ടോ, നീ അതുകൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അങ്ങനെ അവൾക്കത് ഈസി ചെയ്യാൻ പറ്റി. അവൾക്കും കുറെ പെർഫോം ചെയ്യാൻ പറ്റി ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ. അല്ലാതെ അവൾ ചെയ്യുന്നതൊക്കെ ഒരേ മിക്സ്, നമുക്ക് ഒരുപാട് ഇമോഷൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചില ക്യാരക്ടറിന്. അപ്പൊ അവള് ഡബ് ചെയ്യുന്നുണ്ടല്ലോ, കുറെ നാളായിട്ട് അവള് ഡബിങ് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവൾക്ക് ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നല്ല എല്ലാം കൊണ്ടും എല്ലാവർക്കും കിട്ടിയത് നല്ലായിരുന്നു. ഈവൻ ഡബ് ചെയ്ത് ഇപ്പം നമുക്ക് ഡബ് ചെയ്ത ആളോട്ട് ടെക്നീഷ്യന്മാർ എല്ലാം നല്ലൊരു ടീമായിരുന്നു നമുക്ക് സാന്ത്വനത്തിൽ കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒരു ഫൈനൽ ഗെയിം കൂടി ഉണ്ട്, തീർന്നിട്ടില്ല. ഓക്കെ, ഗെയിം എന്താന്ന് വെച്ചാൽ ഞാനൊരു സോങ് തരും. ആ സോങ് ഇങ്ങനെ നോക്കല്ലേ, ഞങ്ങൾ തരുന്ന ഒരു ഇമോഷനിൽ പറയണം. പറയോ പാടുകയോ ചെയ്യാം. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. മറ്റുള്ള അഭിനയിക്കുന്ന പോലെയല്ലല്ലോ ഇത്. ഒന്നാമത്തെ പാട്ടിനിപ്പോ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത. കുഴപ്പമില്ല. ഫസ്റ്റ് പാട്ട്, എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരോ രാക്ഷസി. അതെന്താ? അത് ദേഷ്യത്തില്. അപ്പു ആവ്. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരുമോ രാക്ഷസി. കൊള്ളാം. അറിയില്ലെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് ഇതെങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ. അത് കൊള്ളാം, നൈസായിട്ടുണ്ട്. അടുത്തത്, ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. അത് ചിരിച്ചോണ്ട് തമാശയിട്ട്. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ആ രീതി പാടണം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. പോരെ, സൂപ്പർ. അതേമേ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാൻ നന്നായിട്ട് വൃത്തിയിൽ അറിയാത്ത ഒരാളാണല്ലോ. പാടില്ലേ? ചെറുതായിട്ടും. ശരിക്കും ഞാൻ പാടില്ല, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നാമത്തെ. പിന്നെ ഇല്ലാത്ത കാര്യങ്ങള് ഞാനിപ്പം പാടിയിട്ടുണ്ടെങ്കിൽ അത് കോളായിട്ടുണ്ടെങ്കിൽ എന്താ ദൈവം പറയും. ദൈവം എവിടെയും പാട്ടൊന്നും പാടിയിട്ടില്ല. നമ്മള് ബാത്റൂമിലൊക്കെ പാടുന്നില്ല, അതാരും കേൾക്കാതെ. ഒരു പാട്ട് പാടുന്നു എനിക്കറിയാം, പക്ഷെ നല്ല സൗണ്ടാ, പാടും. എനിക്കറിയാം. അത് അല്ല, അമ്മ പാടില്ലേ?
അമ്മ പറഞ്ഞു അമ്മക്ക് ധൈര്യം ഇല്ല. അമ്മ പറയുന്നതാ നീ അതിലേക്ക് വേണ്ട മോളെ എന്നുള്ള രീതിയില്ല. ശരി, അടുത്ത പാട്ട്. മാനസമൈനേ വരൂ. അത്ഭുതം. അത്ഭുതത്തോട് ഇങ്ങനെയോ? മാനസമൈലി വരൂ പാടിത്തരോ? അന്ന് ഞാൻ മധുരം ഉള്ളിൽ തരൂ പോരെ. കൊള്ളാം. പെട്ടെന്നൊരു ഇമോഷൻ ഏതാ? എനിക്കങ്ങനെയല്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ആ, പിന്നെ ഇന്ന് ഇതിൽ മാത്രം എന്നുള്ളതില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ലജ്ജാവതി വിഷമത്തിലും അതാ പറയുന്നത്. ഇങ്ങനെ ഷോർട്ടിൽ വന്നിട്ട് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്. ഇതിപ്പോ ഇതിൽ വന്നിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് വരുമോന്ന് അറിയില്ല. ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ തായം പോവോ താമര പോവോ തേനോ തെന്നിലാവോ സൂപ്പർ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതാണ്, എങ്ങനെ ഉണ്ടാവുന്നു. അടിപൊളിയായിരുന്നു. കണ്ണൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതൊക്കെ പുറത്ത് വന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തിനാ അപ്പോ അത് പോയി ചെയ്തെന്ന് പറയട്ടെ. അപ്പൊ വന്നിട്ട് കാണാം നമുക്ക് നേരിട്ട്. അടുത്ത ഗെയിം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പം ഫുഡ് കഴിച്ചോ അതൊക്കെ, പക്ഷെ അതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ പറയണം. ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്. എന്ത് അല്ലേ ഒന്നും മനസ്സിലായില്ല പക്ഷെ അല്ലേ എന്തിവര് പറയണെന്ന്. ഗെയിമായിരുന്നു. അയ്യോ അതെങ്ങനെ പറ്റും ദൈവമേ. ഞാൻ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുമ്പോ തീർത്തില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നു തോന്നുന്നു. ഗെയിം വേണ്ടേ ചെയ്യടാ. ഫുഡ് കഴിച്ചോ? നല്ല ചൂട്. എന്തത്ര ചൂട്? ഇവിടെ കറണ്ട് ഇല്ല. കഴിച്ചു ബിരിയാണി. ബിരിയാണിയിൽ എത്ര ചിക്കൻ കാലുണ്ടായിരുന്നു? നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വരുന്നത്. ഈ കമ്മലായിരുന്നു വാങ്ങിച്ചേ? ഞാനിന്ന് കുളിച്ചിട്ടില്ല. അതാരോ വന്നേക്കുന്നെ കൂടെ? ഇവിടെ വരാൻ ലേറ്റ് ആയി കുറച്ചു നേരം. നിങ്ങളൊക്കെ പോസ്റ്റ് ആയില്ലേ? വളരെയധികം പോസ്റ്റ് ആയിട്ടുണ്ട്. ഫേവറേറ്റ് ആക്ടർ ആരാ? ഇഷ്ടപ്പെട്ട സ്ഥലം എന്താ പറയാ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. രാജമൗലിയുടെ ഫിലിമിൽ ഒരു ചാൻസ് കിട്ടുന്ന ഏത് റോളായിരിക്കും ചെയ്യാൻ ആഗ്രഹം? ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടന് ഭയങ്കര ഇഷ്ടം. ഓക്കെ. ഫേവറേറ്റ് സോങ് ഏതാ? വേഷം കിട്ടിയ രാജമൗലിയുടെ വേഷം കിട്ടിയ ഭയങ്കര ആ ഒരു ഏത് ക്യാരക്ടർ ആയാലും എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. എങ്ങനെയുണ്ട്? ഓക്കെ. മുറ്റത്ത് ചെപ്പിന് അടുപ്പില്ല എന്ന് പറയുന്നത് എന്താ? ഞാൻ ഇന്നില്ലേ നല്ല പപ്പടം, എനിക്കിഷ്ടാട്ടോ പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ. ഇത് കഴിച്ചിട്ടാണ് വന്നിട്ടോ. കോൾഗേറ്റിൽ ഗേറ്റ് ഉണ്ടോ? എന്റെ കൂടെ അമ്മ വന്നിട്ടുണ്ട്. ഓക്കെ. താങ്കളുടെ ടൂത്ത് പേസ്റ്റ് ഉപ്പുണ്ടോ? നല്ല എരിവ് കേട്ടോ. നല്ല എരിവ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. ശരി, ബിരിയാണിയിൽ എത്ര ആണിയുണ്ട്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴാ വന്നത്? ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്തിനാ വന്നതെന്നല്ലേ? കൊള്ളാം. അയ്യോ പറ്റത്തില്ല കേട്ടോ. ഞാൻ എങ്ങനെയോ ഇങ്ങനെയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ? പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസല്ലേ? അതെ. ഇതിനൊക്കെ എന്റെ ആൻസർ ഉണ്ടോ ലാസ്റ്റ് ചോദിച്ചേക്ക? ബിരിയാണിയിലോ? ഒരാണിയിലോ? അതെ. ഇനി എന്താ ഭാവി ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്? ഇനിയിപ്പോ ഫിലിംസ് ആണോ അല്ലെങ്കിൽ ബാക്ക് ടു സീരിയൽസ് ആണോ? പുതിയ ഓഫേഴ്സ്? ഇനി അപ്പു അല്ലാതെ പുതിയൊരു ക്യാരക്ടർ? ഒന്നാമത്തെ എനിക്കൊരു ടൈം ഒരു സിനിമയൊക്കെ ചെയ്ത സമയത്തെ നമ്മള് തമിഴ് പ്രൊജക്റ്റ് ആയിരുന്നു, ഞാൻ ഹീറോയിനായിട്ടായിരുന്നു ചെയ്ത് 5-6 മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നാട്ടിലൊക്കെ പ്രേക്ഷകർ നിന്നെ പറഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നത്. നാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരും ഇപ്പൊ ഞാൻ ആക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, പക്ഷെ അവരൊന്നും കാണാത്തോണ്ട് അവർ അറിയില്ലായിരുന്നു എന്താന്ന്. അപ്പൊ ഞാൻ ആ ഒരു ടൈം ഫിലിം പിന്നെ നോക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. നല്ല പ്രൊജക്റ്റ് ഇങ്ങനെ ഇരുന്നു. പിന്നെ കോവിഡ് സമയത്ത് ഒരു ടൈം നമുക്ക് നല്ലൊരു ബ്രേക്ക് വന്നല്ലോ. അപ്പൊ ഇനി എന്താവും അറിയില്ല. അപ്പോഴാണ് കുറച്ച് എൻ്റെ അച്ഛനെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈം നല്ലൊരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. അപ്പൊ ഞാനത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ വെയിറ്റിംഗ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു എൻ്റെ ഇഷ്ടം. ഇപ്പോഴും സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ അതും വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈം പോയിട്ടുണ്ട്. വെറുതെ ടൈം വേസ്റ്റ് ആവും നമുക്ക്. അപ്പോൾ ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടായിട്ട് കുറേ ഞാൻ നല്ല അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ എണ്ണം ഇടയ്ക്ക് വന്നതൊക്കെ നമ്മൾ വേറെ ഓരോ കാരണം വെച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നല്ല ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, വെറുതെ ടൈം പോവുകയാണ്. പിന്നെ ഞാനൊരു ആക്ടറെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ നാട്ടിലെ ആൾക്കാരും അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന ആൾക്കാർ അറിയണം. അതെ,
ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഡാൻസ് ഒക്കെ ആയിരുന്നു. അത് ചെറുപ്പത്തിലേ ഡാൻസും ഇതൊക്കെ പാട്ടില്ല, ഡാൻസൊക്കെ ആയിട്ട് എല്ലാ സ്റ്റേജും, നാട്ടിലെ എല്ലാ സ്റ്റേജിലും ഞാൻ ഉണ്ടാവുമായിരുന്നു, എന്ത് ഡാൻസിലായാലും. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കലാ ഫീൽഡിനോടുള്ള ഒരു ഇഷ്ടം അങ്ങനെയായിരുന്നു. അപ്പം അന്ന് പ്രൊജക്റ്റും ഇങ്ങനെ കുറച്ച് നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചു. അപ്പം പിന്നെ ഒരു സ്ട്രഗിൾ പീരീഡ് വന്നപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താന്നുള്ളൊരു ടൈം ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരിക്കലും ഒരു നല്ല അവസരം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലതാണെങ്കിൽ നമ്മൾ അവസരം ചെയ്യണം, ടൈം നഷ്ടപ്പെടുത്തരുതെന്നുള്ള ഒരു കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ സാന്ത്വനത്തിൽ വന്നിട്ടുണ്ടാവുക. ഇപ്പം 2 സീരിയലാണ് ചെയ്തത്, സെക്കൻഡ് സീരിയലാണിത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇനി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. സിനിമയിൽ ഏറ്റവും അതാരും ആഗ്രഹിക്കാത്തത്. അപ്പം ഞാൻ അതിലാണ് വന്നത്. അപ്പം നമ്മൾ ടൈമിൻ്റെ പ്രശ്നം വന്നുകൊണ്ടാണ് സമയം നഷ്ടപ്പെടുന്നു, നമ്മളെ ഇതും ആവുമെന്നറിയില്ല. നമുക്ക് വന്നത് നമ്മൾ എടുക്കണം, ആ സമയത്ത് മിസ് ചെയ്യരുത്. കാരണം ഒറ്റയ്ക്കാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാനുള്ളത്, നമ്മളെ ആരും സഹായിക്കാറില്ല ഈ കാലഘട്ടത്തിൽ അല്ലേ. എല്ലാവരും ഓരോരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്, അവർക്കൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് സ്ട്രഗിൾ പീരീഡിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അന്നാണ് ആരുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത്. അപ്പൊ അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ലൈഫിൽ എല്ലാവർക്കും വരും. അപ്പോൾ കിട്ടിയ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന നല്ലതാണെങ്കിൽ നമ്മളത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം സിനിമ ആഗ്രഹമുണ്ട്. സിനിമേൻ്റെ പ്രൊജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം മൂവീസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പെട്ടെന്ന് എന്ത് നടക്കും എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം നല്ലൊരു പ്രൊജക്റ്റ് ഏതാണോ ഒരു പ്രൊജക്റ്റ് വരുന്നത് അതിൽ നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് ടൈം നഷ്ടപ്പെടുത്താതെ അതിൽ കമ്മിറ്റ് ചെയ്യാന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് ഞാൻ നിന്നിരുന്നു. ഇപ്പം ഞാൻ വന്നതൊക്കെ കുറേ കഥകൾ അല്ലാതെയൊക്കെ വന്നിരുന്നു ഓരോ പ്രൊജക്റ്റ്. ഞാൻ അതിലൊക്കെ വന്നിട്ട് മെന്റലി ഞാൻ അപ്പോൾ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നല്ലത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും പ്രൊജക്റ്റിൽ എന്തായാലും കാണാം, കാരണം സമയം അത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ വേറെ കുറച്ച് 1-2 കാര്യം കൂടെ പറയണ്ട. എനിക്ക് ഇതിലൂടെ ഇത് അല്ലാതെ പറയട്ടോ, എനിക്ക് ഇതിൽ വന്നപ്പം ഒരു ടൈം നമ്മളെ കൂടെ ഇല്ലാത്ത ആൾക്കാരെ, കുറെ കുടുംബക്കാരെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ മെസ്സേജൊക്കെ ഞാൻ അറിയാത്ത പല ഇതിന്റെ ഫാമിലിയാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്താ അറിയോ, നമ്മള് ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ ഡൗൺ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടെ കുറച്ച് പേരെ ഉണ്ടാവും. അവരെ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഇതിൽ പഠിച്ചൊരു പാഠം. പിന്നെ എനിക്ക് എത്രയോ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ടൈമിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ഇന്ന ആൾക്കാരിന്റെ കുടുംബം അങ്ങനെ ബന്ധമായാലും, പിന്നെ ചില ആൾക്കാർ ബന്ധം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെ ബന്ധമൊന്നും ആയിരിക്കില്ല, അവർക്ക് അതിന്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ നല്ല സപ്പോർട്ടീവായിട്ട് ആൾക്കാരുണ്ട്, ഫാമിലി ആയാലും നാട്ടുകാരായാലും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരെയും അല്ല, നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടല്ലോ, അതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു അപ്പോൾ ലൈഫിൽ നമ്മൾ അങ്ങനെ ആൾക്കാരെ ചേർത്ത് പിടിക്കേണ്ടത്. നമ്മളെ ഇനിയിപ്പോൾ നാളെ എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല, ഇതുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മളെ എല്ലാവരുടെ ലൈഫിൽ ഒരു അതെ നമുക്കൊരു നല്ല ഉയർച്ച ഉണ്ടാവും, ഒരു താഴ്ച ഉണ്ടാവും. ആ ഉയർച്ചയുള്ള സമയത്ത് കിട്ടുന്ന അതിൽ നമ്മൾ ഇങ്ങനെ മതിമറന്ന് നിൽക്കരുതെന്നാണ് ഞാനൊരു മതിമറന്ന് നിൽക്കേണ്ടതിൽ അതൊരു ടൈം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മളാകെ ആ വിഷമം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതും ഒരു ടൈം വരെ ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നാളെ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചും നമ്മൾ അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് ഒന്നിലും മതിമറന്ന് നിൽക്കാതെ ഏറ്റവും നമ്മളെങ്ങനെയാണോ ഇപ്പം സിമ്പിളായിട്ട് നിൽക്കുക അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാം. വരുമ്പോൾ നല്ലത് വരുമ്പോൾ അതെ മുകളിലേക്ക് പോകുമ്പോൾ കൂടെ ആൾക്കാരുള്ള പോലെയല്ല, നമ്മൾ ഡൗൺ ആയപ്പോൾ ചേർത്ത് പിടിച്ച ആൾക്കാരെ കൈവിടാതിരിക്കാം. മറ്റേ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ട, അങ്ങനെയല്ല പറയുന്നത്. അവരൊക്കെ പോവും തിരിച്ചറിയാം, എപ്പോൾ വേണമെങ്കിലും അവർ പോവാം സാധ്യതയുണ്ട്. ഇവർ നമ്മളെ കൂടെ ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷ എക്സ്പെക്റ്റ് വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നുള്ള ആ രീതിയിലാണ് എനിക്ക് എൻ്റെ ലൈഫിലൊരു പാടാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പിന്നെ ഈ പ്രൊജക്റ്റിന്റെ കാര്യം ഇതും കൂടെ ആഡ് ചെയ്തു കേട്ടോ ലാസ്റ്റ്. കാരണം എനിക്ക് അറിയില്ല നെക്സ്റ്റ് എന്താവും എന്നുള്ളത്. പക്ഷെ എനിക്ക് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിലും അല്ലെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആണെങ്കിലും ഞാൻ ചിലപ്പം അങ്ങനെ എനിക്ക് കമ്മിറ്റ് ചെയ്യാനിപ്പം അത് പ്രതീക്ഷിച്ച് ചിലപ്പോൾ എങ്ങനെയാന്ന് അറിയില്ലല്ലേ വരുന്നത്. ഈ രക്ഷ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ശുഭാപ്തി വിശ്വാസം കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഞാൻ ഭയങ്കര എപ്പോഴും ഹാപ്പിനെസ് ആയിട്ട് ഭയങ്കര ഒരു ലെവലിലേക്ക് വലിയ ഉയർച്ച അങ്ങനെ തന്നെ പോയല്ലേ. എനിക്കൊരുപാട് പക്ഷെ ഞാൻ ഈ ആക്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ദൈവം എങ്ങനെയായാലും എനിക്ക് എന്തെങ്കിലും ഒരു കൂടെ കൊണ്ട് തന്നിട്ടുണ്ട്. കാരണം ഹീറോയിനൊക്കെ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം. അതുകൊണ്ട് ആ ഒരു ക്യാഷ് കൊണ്ടും കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇവൻ്റെ എൻ്റെ സ്ട്രഗിൾ പീരീഡിലൊക്കെ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട് എന്തായാലും ദൈവം
ആ വിശ്വാസം ഉള്ളിടത്തോളം നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, നമുക്കൊരു വിശ്വാസം വേണ്ടേ, ഒരു പ്രതീക്ഷ വേണ്ടേ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഓരോന്നിലും ഞാൻ ഓരോ എക്സ്പീരിയൻസ് ചെയ്തത് ചിലപ്പോൾ ഞാനത് ഫേസ് ചെയ്യേണ്ടിയിരിക്കും. നല്ലതിലേക്കുള്ള ഒരു വഴിയാണ് തുറന്നു തരുന്നത്. ചിലപ്പം ആ വഴിയിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ വിചാരിച്ച ആയിരിക്കില്ല കിട്ടുക. പക്ഷെ അത് ചിലപ്പം നല്ലൊരു ലെവലിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അത് എന്നുള്ള വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ നാളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാവരും പറയുന്നത് എന്തെങ്കിലും ചെയ്തെന്ന് തന്നെ ചോദിക്കാം, മേ ബി ചോദിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു വിധിയാണ്. അത് കുറേ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എനിക്കതൊരു പ്ലസ് ആയിട്ട് തോന്നിയോണ്ടായിരിക്കും ഞാനത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് ചിലപ്പം ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ പിന്നീടേക്ക് എനിക്ക് നല്ലത് വരുത്തേണ്ടിയിട്ടാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോകുന്ന വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. പിന്നെ അതിലൊന്നും ഞാൻ മതിമറക്കാറില്ല കേട്ടോ. ഇവൻ ഞാൻ ഇപ്പൊ കിട്ടുന്ന ഒരു ഫെയിം, ഇപ്പൊ കിട്ടുന്ന സ്നേഹത്തിലൊക്കെ എനിക്ക് സ്നേഹം എല്ലാവരും തിരിച്ച് അതിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലിമിറ്റ് ഉണ്ട്. കാരണം നമുക്ക് നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതും ഫേസ് ചെയ്യണം. എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ. കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു വന്നതുകൊണ്ട്, ഏറ്റവും എല്ലാം അറിഞ്ഞ് ജീവിച്ചു വന്നതുകൊണ്ട് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാം എന്തായാലും പക്ഷെ എപ്പോഴും ആരോഗ്യമായിട്ട് ഇരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹെൽത്തി ആയിട്ട് ഇരിക്കുക. പിന്നെ കൂടുതൽ എൻ്റെ ക്ലോസ് ആയാലും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയാലും എൻ്റെ പാരൻസ് ആയാലും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുക. പിന്നെ ഞാൻ ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ വെച്ചാൽ ഇങ്ങനെ ജീവിക്കണം എന്നല്ല ആഗ്രഹിക്കും. മനസ്സമാധാനം, കിടന്നുറങ്ങുന്ന സമയത്ത് സമാധാനത്തോടെ കൂടെ ഉറങ്ങാൻ പറ്റണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും വലിയ സമ്പാദ്യം, നമുക്ക് സമ്പാദ്യം ഒരുപാട് പണം നമുക്ക് ആവശ്യമാണ്. പണം നമ്മളെ ഇഷ്ടപ്പെട്ട പാഷനിൽ നമുക്കൊരു നല്ലൊരു ഉയർച്ച ഉണ്ട്, അതൊക്കെ ആഗ്രഹമാണ്. പക്ഷെ നമുക്കതൊക്കെ ഉണ്ടായിട്ട് ഒരു മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന ലൈഫ് നമ്മൾ എന്താ അവസ്ഥ? ഒരു കാര്യമില്ല. എല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സമാധാനത്തിൽ കിടക്കണം, ആരോഗ്യമായിട്ടിരിക്കണം. ഒരുപാട് പേര് അതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നടക്കുന്നത്. നമുക്ക് അതാണ് ഒരു സമയത്ത് ഞാൻ എപ്പോഴും എന്നെ മുകളിലെ ആൾക്കാരെ വെച്ചിട്ടല്ല കമ്പയർ ചെയ്യും. ഞാൻ നോക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യം ചെയ്ത. കാരണം ഒരുപാട് പേര് എന്നെക്കാട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരോഗ്യം അതൊക്കെ നോക്കുമ്പോൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് ഇതുവരെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മനസ്സമാധാനമാണ് മെയിൻ ഇത്. എല്ലാവരും ആൾക്കാരൊക്കെ ആരോഗ്യമുള്ള ആൾക്കാരായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അസുഖങ്ങളൊന്നും ഇല്ലാതെ. ബാക്കിയൊക്കെ വരും. ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വരും. ഇഷ്ടപ്പെടുന്ന അതിനെ ഒരുപാട് ആഗ്രഹിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ കുറെ സ്ട്രഗിൾസ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. മെന്റലി സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞു ഒരുപാട് വലിയ സംഭവം അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലൈഫിൽ വലിയൊരു സ്ട്രഗിൾ പീരീഡ് ഒന്നും എനിക്ക് ദൈവത്തിന് സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു ടൈം നമ്മൾ എന്തെന്നുള്ള നെക്സ്റ്റിലേക്കുള്ള ഒരു നിൽക്കലുണ്ടായിരുന്നു. സ്റ്റക്കായിട്ട് നിൽക്കുന്ന, കാരണം അച്ഛൻ ആക്സിഡന്റ് ആയി 1 year ആയിട്ട് അച്ഛനൊന്നും വർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ ടൈമിൽ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മെന്റലി സപ്പോർട്ടാണ് മെയിൻ വേണ്ടത് നമുക്ക്. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും സ്ട്രോങ് ആയിട്ട്. അപ്പൊ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. 11 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ ഒരു പീരീഡിൽ. അപ്പം ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാനൊന്ന് ഒരു വീഴ്ച വീടാലോ ഇല്ല, മെന്റലി എത്രത്തോളം അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് മുന്നോട്ട്, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് കലാഫീൽഡ്. അതിനേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരാളായിരിക്കണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പീരീഡിൽ എന്നെ നല്ല സപ്പോർട്ട് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ കേട്ടോ എനിക്ക് അത്രയും ക്ലോസ് എന്ന് പറയാനുള്ളത്. അതിലൊരാളായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മെൻ്റലി കുറച്ച് ഞാൻ പിടിച്ചു നിന്നു സ്ട്രോങ് ആയിട്ട്. പിന്നെ ഞാൻ ആരെയും ഞാൻ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വന്നു. മീൻസ് എല്ലാം പോയി. പിന്നെ ഒരു നല്ലൊരു ഇതിലേക്കായിരുന്നു പോയത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു പീരീഡ്, പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാടുണ്ടായി. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും, എന്തുണ്ടാവും, നമുക്ക് എങ്ങനെ ആ ഒരു പീരീഡ് ഫേസ് ചെയ്യണം എന്നുള്ളൊരു പാഠം പഠിച്ചു. അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് പോകാൻ പറ്റും തോന്നുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കായി. അതെ. അയ്യോ, ദൈവം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സത്യം പറയണേ. എനിക്ക് അതന്നെ എൻ്റെ മൂവീസിലായാലും ഞാൻ തമിഴ് ഫിലിംസ് ആയാലും എനിക്ക് കിട്ടിയ പ്രൊജക്റ്റുകൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല ടീമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഡയറക്ടർ ആയാലും എല്ലാവരും നല്ലൊരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ എനിക്ക് നല്ലൊരു സിനിമ ഫീൽഡായാലും എനിക്ക് നല്ലൊരു കിട്ടിയ അവസരങ്ങളിൽ എനിക്ക് പോസിറ്റീവായിട്ടാണ് വന്നത്. നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അതും പിന്നെ എൻ്റെ ഈ ഒരു സ്ട്രഗിൾ പീരീഡിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അതിലും എനിക്ക് ഗുണമുണ്ടായില്ല, ഈവൻ സാമ്പത്തികമായിട്ടും അതൊക്കെ. അപ്പോൾ എൻ്റെ കലാ ഫീൽഡാണ് എനിക്ക് തുണയായിട്ടുള്ളത്.
സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം തുടച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കലാഫീൽഡ് തന്നെയാണ്. ശരി, ഇപ്പം തമിഴ് സിനിമാസ് ചെയ്തു, ഇപ്പം നിലവിൽ മലയാളത്തിലെ സീരിയൽസ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് നാൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പിന്നീട് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ഓഡിയൻസിന്റെ സ്നേഹവും ആ ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിഫറൻസസ് ഫീൽ ചെയ്തിട്ടുണ്ട്? അത് എന്താ വെച്ചാൽ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാം. ഷൂട്ടും തേനിയിലായിരുന്നു, കൊരങ്ങണി എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരുന്നു. ശരി, ഞങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്ത തേനിയിൽ. അപ്പം മധുര മീനാക്ഷി അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം പ്രൊഡ്യൂസറും ഞങ്ങളെല്ലാവരും കൂടെ പോയപ്പോൾ സമയത്തുള്ള ഒരു അനുഭവമാണ്. അപ്പം ഞങ്ങൾ അതിന് അവിടെ കുറേ ഷോപ്പുകളുണ്ട്, കുട്ടി കുട്ടി ഷോപ്പുകൾ സൈഡിലൊക്കെ ആയിട്ട് പോയ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ ഈ ഒരു അവിടെയുള്ള ആൾക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് ആ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു മധുര മീനാക്ഷി അമ്മയുടെ ഒരു വിഗ്രഹം ഓടിൻ്റെ ഇത്രയേ ഉള്ളൂ സംഭവം, എനിക്കത് അവർ ഗിഫ്റ്റായിട്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പോയി ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ മീനാക്ഷി കോവിലിൽ പോകുന്നത്. അപ്പോൾ അവർ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അതിപ്പോൾ വിൽക്കാൻ വെച്ചായിരിക്കും, പക്ഷെ അതെത്ര പൈസ കിട്ടും അതൊന്നും അല്ല അവർ നോക്കി. അവരുടെ സ്നേഹം കൊണ്ട് അവർക്ക് എന്താ തരേണ്ടത്, ഇപ്പോൾ ഇവിടെയുള്ള ഇതാണല്ലോ എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് തന്നത്. അത് എൻ്റെ പൂജാ റൂമിൽ ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് നല്ലൊരു ഓർമ്മയായിട്ട് വെക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട്. കാരണം അമ്പലത്തിൽ പോയിട്ട് അമ്മയുടെ ഒരു മീനാക്ഷി അമ്മയുടെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു മെമ്മറീസ് ആയിരിക്കുള്ളത്. ഭയങ്കര സ്നേഹം. അവർ എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുക എങ്ങനെയാണ്, അവർക്ക് എന്താണ് അവർ വിചാരിക്കുക എന്താ തരേണ്ടതെന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു നല്ലൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു വിഷ് ഞങ്ങൾ സാധിച്ചു കൊടുത്തതിൽ സന്തോഷം. അയ്യോ, താങ്ക് യു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ വെറൈറ്റി മീഡിയ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഓരോരോ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിൽ വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവർ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മീഡിയയിൽ അതിലൊക്കെ ഉണ്ടാവാറുണ്ട് വെറൈറ്റി മീഡിയ. അപ്പോൾ ഇവരുടെ നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ നമ്മളെ മാനേജ് ചെയ്തത്. എല്ലാം നമുക്ക് ഇഷ്ടം. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഇൻ്റർവ്യൂ പോയാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. പക്ഷെ ഇവർ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ടീമായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളെ. അതുകൊണ്ട് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പോരെ, ഇതിനെല്ലാം നിങ്ങൾ ചോദിച്ചാൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, ലവ് യു.